ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ MDMA കേസിൽ പോലീസ് തങ്ങളെ പെടുത്തുകയായിരുന്നുവെന്ന ആരോപണവുമായി പ്രതികൾ. കേസുമായി ബന്ധമില്ലെന്നും വിളിച്ചുവരുത്തി പെടുത്തുകയായിരുന്നുവെന്നും പ്രതി അബ്ദുൾ സലാം. കാസർഗോഡ് എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമെന്ന ജില്ലാ കളക്ടറുടെ പ്രപ്പോസൽ. കാസർഗോഡ് MG റോഡിലെ വാഹനാപകടം. ലോറിക്കടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ വ്യാപാരി മരിച്ചു. ബാങ്കോട് സ്വദേശി ഹനീഫാണ് മരിച്ചത്. കാസർഗോഡ് മാസ്തിക്കുണ്ടിൽ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഗ്വാളിമുഖ സ്വദേശി ഷമ്മാസാണ് മരിച്ചത്. കുമ്പളയിൽ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 3.355 ഗ്രാം MDMA-യുമായി 3 പേർ അറസ്റ്റിൽ. പെൻഷൻ ഗുണഭോക്താക്കളുടെ വില്ലേജ് തല കൂട്ടായ്മ നടത്തി. ജനകീയ പെൻഷൻ വിതരണ സംവിധാനം ഇല്ലാതാക്കി വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് ഇവർ ആരോപിച്ചു. അജാനൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധ സംഗമം നടന്നു. അഡ്വക്കേറ്റ് K. രാജ്മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ MDMA കേസിൽ പോലീസ് തങ്ങളെ പെടുത്തുകയായിരുന്നുവെന്ന ആരോപണവുമായി പ്രതികൾ. കേസുമായി ബന്ധമില്ലെന്നും വിളിച്ചുവരുത്തി പെടുത്തുകയായിരുന്നുവെന്നും പ്രതി അബ്ദുൾ സലാം. മുഖ്യമന്ത്രിയോട് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികരണമുണ്ടായില്ല. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ MDMA കേസിൽ പോലീസ് തങ്ങളെ പെടുത്തുകയായിരുന്നുവെന്ന ആരോപണവുമായി പ്രതികൾ. പയ്യന്നൂരിലെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചുവരുത്തി തങ്ങളെ പെടുത്തിയതാണെന്ന് പ്രതി അബ്ദുൾ സലാം ആരോപിച്ചു. കേസുമായി ബന്ധമില്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും പ്രതികൾ. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പ്രതി മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയോട് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാൻ തയ്യാറായില്ല. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പെരുമ്പാവൂർ സ്വദേശികളായ KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൾ സലാം, PA അബ്ബാസ് എന്നിവരെയാണ് ചന്ദേര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം പ്രതികൾക്ക് വേണ്ടി വക്കാലത്തെടുത്ത അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഷാജിദ് കമ്മാടമാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. അഡ്വക്കേറ്റ് സാജനായിരുന്നു കേസിന്റെ വക്കാലത്തുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമെന്ന ജില്ലാ കളക്ടറുടെ പ്രപ്പോസൽ. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. സിറ്റി ന്യൂസ് ബിഗസ്റ്റ്. ജില്ലയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിനായി പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ ഭൂമി ഏറ്റവും അനുയോജ്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ അപേക്ഷയെ തുടർന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം സ്ഥലം നേരിട്ട് സന്ദർശിച്ച് 10 ദിവസത്തിനകമാണ് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കിയത്. നിർദ്ദിഷ്ട ഭൂമിയുടെ റീസർവേ, ഡിജിറ്റൽ സ്കെച്ച്, ഡ്രോൺ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എന്നിവ പ്രപ്പോസലിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എയിംസ് മാതൃകയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും മെഡിക്കൽ കോളേജും ഉൾപ്പെടുന്ന സ്ഥാപനത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ പെരിയ എന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട കാസർഗോഡ് MP സർക്കാരിന് ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാസർഗോഡ് ജില്ലയും കൂടെ എയിംസിനായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരുന്നു ഗവൺമെൻറ് ജില്ലാ ഭരണകൂടത്തോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാൻഡിൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ ഫീസിബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജില്ലാ ഭരണകൂടം നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ ടീം തന്നെ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പെരിയയിലുള്ള സ്ഥലം എയിംസിനായിട്ട് ഏറ്റവും അനുയോജ്യമാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അവിടെ നമുക്ക് 274 ഏക്കർ അവൈലബിൾ ആണ്.
അപ്പം അടുത്തടുത്തായിട്ട് ഒരു 4 ബ്ലോക്കിലായിട്ടാണ് ഈ ഒരു 274 ഏക്കർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പം NH-നോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്, 6 ലൈൻ NH-നോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. കൂടാതെ തന്നെ നമ്മൾ ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റീൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണ് ഈ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ. ഈ 4 ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ ബ്ലോക്ക് NH-നോട് ചേർന്നിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് മുമ്പായിട്ടുള്ള 95 ഏക്കർ, അതിനോട് അടുത്ത് തന്നെയുള്ള വേറൊരു 95 ഏക്കർ ഉണ്ട്. പിന്നെ മറ്റ് 2 ബ്ലോക്കുകളിലായിട്ട് 46 ഏക്കറും 37 ഏക്കറുമായിട്ടാണ് 4 ബ്ലോക്കുകളിലായിട്ട് 274 ഏക്കർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജില്ലയ്ക്കും ജോഗ്രഫിക്കലി സെൻറ്ററായിട്ടാണ് വരുന്നത്. ജില്ലയിലുള്ള എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. കൂടാതെ തന്നെ നമ്മൾ കർണാടക, കണ്ണൂർ അതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കൂടാതെ തന്നെ നമുക്ക് എയർപോർട്ടിൻ്റെ കണക്ടിവിറ്റി ആ സ്ഥലങ്ങളിലേക്ക് ഇന്ന് മംഗളൂർ എയർപോർട്ട്, കൂടാതെ തന്നെ കണ്ണൂർ എയർപോർട്ട്, പിന്നെ റെയിൽ, റോഡ് കണക്ടിവിറ്റി, അപ്പോൾ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഈ പെരിയ എന്നുള്ളത്. നമുക്ക് ചോദിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം മിനിമം ആയിട്ടുള്ള 200 ഏക്കറാണ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് 274 ഏക്കർ ഗവൺമെൻറ് ലാൻഡ്, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഭൂമിയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കൃഷിയൊന്നുമില്ല. ഇപ്പം മോസ്റ്റ്ലി അൺയൂട്ടിലൈസ്ഡ് ലാൻഡായിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്, കൺസ്ട്രക്ഷൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാവിധ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസും ഇവിടെ പാലിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അനുയോജ്യമായ സ്ഥലത്ത് 200 ഏക്കർ ഭൂമി, റോഡ് കണക്ടിവിറ്റി, ആവശ്യത്തിന് ജലവൈദ്യുതി ലഭ്യത, ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് മാനദണ്ഡങ്ങളായി പറഞ്ഞിട്ടുള്ളത്. പെരിയയിൽ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നതിനോടൊപ്പം മികച്ച ഭൂമിയുടെ അധിക ലഭ്യതയും യാത്രാ സൗകര്യങ്ങളും പ്രധാന നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ശക്തമായ സാധ്യതയാണ് പെരിയ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കലക്ടർ പറഞ്ഞു. പെരിയയിലെ സംസ്ഥാന സർക്കാരിനു കീഴിലുള്ള PCK ബ്ലോക്കുകൾ നേരിൽ സന്ദർശിച്ച് പരിശോധിച്ചപ്പോഴാണ് പ്രപ്പോസൽ തയ്യാറാക്കിയതെന്ന് കലക്ടർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നതാണ് നിർദ്ദിഷ്ട പ്രദേശം. എയിംസ് യാഥാർത്ഥ്യമായാൽ അത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള കരുതൽ കൂടിയായി മാറും. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ, പുനരധിവാസം, ന്യൂറോളജി, എൻവയോൺമെന്റൽ മെഡിസിൻ, ദീർഘകാല ഫോളോ അപ്പ് എന്നിവയ്ക്കുള്ള പരമോന്നത കേന്ദ്രമായി എയിംസ് മാറും. മുൻപ് കേന്ദ്ര സർവകലാശാലയ്ക്കായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭൂമി വിട്ടു നൽകിയ മാതൃകയിൽ ചട്ടങ്ങൾക്ക് വിധേയമായി റവന്യൂ വകുപ്പ് വഴി ഭൂമി എയിംസിന് ലഭ്യമാക്കാൻ സാധിക്കും. നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്ന 28 ദിവസവേതന തൊഴിലാളികൾക്ക് എയിംസിലെ സുരക്ഷ, ശുചീകരണം, മെയിന്റനൻസ് തുടങ്ങിയ അനുബന്ധ മേഖലകളിൽ പുനരധിവാസം ഉറപ്പാക്കാൻ നിർദ്ദേശമുണ്ട്. കൂടാതെ പ്രാദേശികമായി വൻതോതിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. എയിംസ് യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കൻ കേരളത്തിലെയും കർണാടക അതിർത്തി പ്രദേശങ്ങളായ ദക്ഷിണ കന്നഡ, കുടകിലെ ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു സുപ്രധാന തൃതീയതല ആരോഗ്യ കവാടമായി പെരിയ മാറും. ജില്ലാ കളക്ടർക്കൊപ്പം ജില്ലാ സാമൂഹികനീതി ഓഫീസർ ആര്യ P. രാജ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ, ഹോസ്തൃക് തഹസിൽദാർ K. രമേശൻ, പെരിയ വില്ലേജ് ഓഫീസർ മധു, താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ അനിൽ ഫിലിപ്പ്, സർവേ ഉദ്യോഗസ്ഥർ, PCK യൂണിറ്റ് മാനേജർ സജീവ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ച് സാധ്യതകൾ വിലയിരുത്തിയത്. ന്യൂസ് ബ്യൂറോ, പെരിയ. കാസർഗോഡ് MG റോഡിലെ വാഹനാപകടം, ലോറിക്കടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ വ്യാപാരി മരിച്ചു. ബാങ്കോട് സ്വദേശി ഹനീഫാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു. കാസർഗോഡ് MG റോഡിലെ പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ടാങ്കർ ലോറിക്കടിയിൽപ്പെട്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരനായ വ്യാപാരി മരിച്ചു. തളങ്കര ബാങ്കോട്ടെ ഹനീഫയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിദ്യാനഗർ BC റോഡിലെ ഫ്ലക്സ് കട ഉടമയാണ് ഹനീഫ. ബുധനാഴ്ച ഉച്ചയ്ക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയായിരുന്നു അപകടം. ലോറി ഇടിച്ച് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ ഹനീഫയുടെ കാലിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. ഇതിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു.
അതീവ ഗുരുതര നിലയിൽ പരിക്കേറ്റ ഹനീഫയെ ജനറൽ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഭാര്യ സിബിരിയ, മക്കൾ ഉസ്ന, ഇഷാം വിദേശത്താണ്. ആനിയ, അസ്വ ബാങ്കോട്ടെ പരേതരായ ഗാദറിന്റെയും ആയിഷയുടെയും മകനാണ്. നേരത്തെ ഹനീഫ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. തിരിച്ചെത്തിയ ശേഷം തിരുവനന്തപുരം സ്വദേശി വിജയരാജ്, മുബാറക്, ദൃശ്യ എന്നിവരോടൊപ്പം ഫോർസൈറ്റ് എന്ന സ്ഥാപനം ആരംഭിക്കുകയായിരുന്നു. പാർട്ട്ണർമാർ പിരിഞ്ഞതോടെ സ്ഥാപനം ഹനീഫ നടത്തിവരികയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മാസ്തിക്കുണ്ടിൽ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഗ്വാളിമുഖ സ്വദേശി ഷമ്മാസാണ് മരിച്ചത്. കാസർഗോഡ് ബോവിക്കാനം പൗവൽ മാസ്തിക്കുണ്ടിൽ വാഹനാപകടത്തിൽ ഗാളിമുഖം ഗോളിത്തടി പുതിയ വളപ്പിലെ ഷമ്മാസ് അബ്ദുള്ളയാണ് മരിച്ചത്. കുനിൽ സ്കൂളിന്റെ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സ്ഥലത്തുണ്ടായിരുന്നവരുടെ നേതൃത്വത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷമ്മാസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കുവാൻ സാധിച്ചില്ല. അപകടത്തെ തുടർന്ന് അല്പസമയത്തേക്ക് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട്ടെ ഒരു ജ്യൂസ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷമ്മാസ്. ഇന്ന് രാവിലെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ബൈക്കിൽ ഗാളിമുഖത്തേക്ക് പോകുന്നതിനിടയിലാണ് ഷമ്മാസ് അബ്ദുള്ള അപകടത്തിൽപ്പെട്ടത്. ഷാഫി, ബി ഫാത്തിമ ദമ്പതികളുടെ മകനാണ്. ബി ഫാത്തിമയാണ് ഭാര്യ. സിൻസാദ്, സൈമ, സഫ, ഖദീജ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ചെർക്കള. കുമ്പളയിൽ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 3.355 ഗ്രാം MDMA-യുമായി 3 പേർ അറസ്റ്റിൽ. വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ കാറിൽ കടത്തുകയായിരുന്ന മാരക ലഹരിമരുന്നായ MDMA-യുമായി 3 പേരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗൽപാടി അടുക്ക റോയൽ സ്ട്രീറ്റിലാണ് സംഭവം നടന്നത്. മംഗൽപാടി അടുക്ക വീട്ടിൽ അബ്ദുൽ അസീസ്, നെക്രാച്ചെ അലങ്കോള വീട്ടിൽ അബൂബക്കർ KV, മൊഗ്രാൽ സ്വദേശി മുസ്തഫ എന്നിവരാണ് പിടിയിലായത്. കുമ്പള സബ് ഇൻസ്പെക്ടർ അനൂപ് എസും സംഘവും രാത്രി പെട്രോളിംഗും വാഹന പരിശോധനയും നടത്തി വരുന്നതിനിടയിലാണ് നിരോധിത ലഹരിമരുന്ന് വേട്ട നടത്തിയത്. അടുക്ക റോയൽ സ്ട്രീറ്റിൽ വെച്ച് അമിത വേഗതയിൽ വന്ന കാറിന് പോലീസ് കൈകാണിച്ചുവെങ്കിലും നിർത്താതെ വെട്ടിച്ചു കടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന 3 പേരും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ മുൻവശത്തെ ഡാഷ്ബോർഡിനുള്ളിൽ സിപ്പ് ലോക്ക് കവറിലായി സൂക്ഷിച്ച നിലയിൽ 3.355 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നു. പിടിയിലായ പ്രതികളിൽ നിന്നും മയക്കുമരുന്നിനു പുറമെ മൊബൈൽ ഫോണുകളും പണവും ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള. പെൻഷൻ ഗുണഭോക്താക്കളുടെ വില്ലേജ് തല കൂട്ടായ്മ നടത്തി. ജനകീയ പെൻഷൻ വിതരണ സംവിധാനം ഇല്ലാതാക്കി വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് ഇവർ ആരോപിച്ചു. പെൻഷൻ ഗുണഭോക്താക്കളുടെ വില്ലേജ് തല കൂട്ടായ്മ നടത്തി. ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം സംവിധാനം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല എന്നും പാവപ്പെട്ടവരുടെ കൈകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന ജനകീയ പെൻഷൻ വിതരണ പദ്ധതിയാണ് സർക്കാർ പുതിയ ഉത്തരവിലൂടെ തകിടം മറിക്കാനൊരുങ്ങുന്നതെന്നും ഇവർ ആരോപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. രൂപ കൂട്ടിയത് 10, 18, 20 മാസം കുടിശ്ശികയാക്കാനായിരുന്നു. കൊടുക്കാതിരിക്കാനാണ്. കൊടുക്കുന്നുണ്ടെങ്കിലല്ലേ പ്രശ്നമില്ലൂ. എത്ര കൂട്ടിയാലെന്താ? അവർക്ക് കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 10, 18 മാസം കുടിശ്ശികയാക്കി വെച്ചുകൊണ്ട് അവസാന കാലത്ത് ജനങ്ങൾ പൊറുതിമുട്ടി UDFന്റെ ഭരണത്തെ കേരളത്തിന്റെ പടിവാതിൽക്കൽ നിന്നും ചവിട്ടിപ്പുറത്താക്കിയത്. ജനങ്ങൾ പൊറുതിമുട്ടി ചവിട്ടിപ്പുറത്താക്കിയല്ലേ. 2016 അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു കൊടുക്കും. 10, 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, കൊടുക്കും. V. സുകുമാരൻ, K. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KV ജയപാൽ സ്വാഗതം പറഞ്ഞു. NV ബാലൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവ
ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്ന നായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കൂട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. അജാനൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധ സംഗമം നടന്നു. അഡ്വക്കേറ്റ് K. രാജ്മോഹൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ വീടുകളിൽ പെൻഷൻ എത്തിക്കുന്നത് നിർത്തലാക്കിയ UDF സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K. രാജ്മോഹൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ആ ഉത്തരവിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. DBT അനുസരിച്ച്, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഗുണഭോക്താക്കൾക്ക് നേരത്തെ കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം എത്തിക്കണമെന്നുള്ള നിർദ്ദേശം 2023-ലുണ്ടായിരുന്നു. 22-23 കാലത്ത് LDF സർക്കാരിൻ്റെ കാലത്ത് നിരവധി ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലും തുറന്നും സഹകരണ സ്ഥാപനങ്ങളിലൂടെ ഏതാണ്ട് 28 ലക്ഷം ആളുകളുടെ പെൻഷൻ വീടുകളിൽ എത്തിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരമൊരു ഉത്തരവ് വന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണുന്നത്. നേരത്തെ ഇവിടെ പെൻഷന്റെ നാൾ വഴികളെ സംബന്ധിച്ച് അധ്യക്ഷൻ പറഞ്ഞു. 80-ൽ സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോഴാണ് ഇത് ആരംഭിച്ചത്. അന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ കെ കരുണാകരൻ നിയമസഭയിൽ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. VD സതീശന്റെ സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു ചെറുപതിപ്പാണെന്നും പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് ഇരു സർക്കാരുകളും കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സഹകരണ സംഘങ്ങളിലൂടെ വീടുകളിലെത്തിക്കുന്നത് നിർത്തലാക്കിയത് ജനദ്രോഹപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാറ്റാടി കുമാരൻ അധ്യക്ഷത വഹിച്ചു.
എം പൊക്ലൻ, കെ വിശ്വനാഥൻ, ദേവി രവീന്ദ്രൻ, വി വി തുളസി, എം വി രാഘവൻ, ടി വി പത്മിനി, എം വി നാരായണൻ, എ വി പവിത്രൻ, എം ആർ ദിനേശൻ, എം ദാമോദരൻ, പി കെ കണ്ണൻ, കെ സതി, ടി വി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വാതന്ത്ര്യ കർഷക സംഘം മികച്ച കർഷകരെ ആദരിച്ചു. മുനിസിപ്പൽ ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ ആദരിച്ച കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് പ്രവർത്തകരായ മികച്ച കർഷകരെ കാസർഗോഡ് മുനിസിപ്പൽ ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങിൽ സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് വെൽക്കം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് E അബൂബക്കർ ഹാജി മുഖ്യ പ്രഭാഷണം നടത്തി. AM കടവത്ത്, ER ഹമീദ്, ഹസൻ നക്കര, ബേർക്ക അബ്ദുല്ലക്കുഞ്ഞി ഹാജി, സൈനുദ്ദീൻ ബെദിര, ഖാദർ ഹാജി, സുലൈമാൻ മച്ചൽ, ഖാദർ KACB, സഫിയ ഹാഷിം, അബ്ദുറഹ്മാൻ ഹാജി കാറടുക്ക, KE അഷ്റഫ് ഹാജി, ഹമീദ് ബള്ളൂർ, ഹനീഫ കോട്ടക്കുന്ന്, അമീർ ഖാലി, UK യൂസഫ്, സൗദ ഖതീജ എന്നിവർ സംസാരിച്ചു. മികച്ച കർഷകരായ ഫറൂഖ് മൂട സരിക, ഹസീന അടവാള, സൈനുദ്ദീൻ പട്ലവളപ്പ്, ഖാലിദ് പച്ചക്കാട്, അബ്ദുല്ല ഹാജി ബെദിര, കുഞ്ഞാമു ബെദിര, അബൂബക്കർ തുരുത്തി, ഇസ്മായിൽ തുരുത്തി, KM ഇബ്രാഹിം ഹാജി ചങ്കള, SM മാമു ഹാജി, അബ്ദുൽ മജീദ് മൗലവി, അബൂബക്കർ പട്ല എന്നിവരെ പൊന്നാട നൽകി ആദരിച്ചു. ജില്ലാ സെക്രട്ടറി AK ജലീൽ സ്വാഗതവും സുബൈദ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 13 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്ന ആവശ്യം. HMSന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 13 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് തടയുക, പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് HMSന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. HMS ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഇവിടുത്തെ അസംഘടിത മേഖല തൊഴിലാളികൾ മൊത്തം ഇന്ത്യയിലെ തൊഴിലാളികളുടെ 93% അസംഘടിത മേഖലയിലാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കർഷകരുടെ ആനുകൂല്യങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് നിയമം പാസാക്കി. ആ തൊഴിലാളികൾ, ലക്ഷക്കണക്കായ തൊഴിലാളികൾ ഡൽഹി നഗരത്തിൽ അവരവരുടെ വീട്ടിലെ ഉപകരണങ്ങളും ഭക്ഷ്യസാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവരുടെ വീടുകളിലുള്ള നായയെയും പൂച്ചയെയും അവരെ കറക്കുന്ന പശുവിനെയും എല്ലാം കൊണ്ടവർ ഡൽഹി നഗരത്തിൽ തമ്പടിച്ചു. മാസങ്ങളോളം നടന്ന സമരത്തിൽ 700ഓളം കർഷകർ രക്തസാക്ഷികളായി. മഞ്ഞും വെയിലും തണുപ്പും അസഹ്യമായ ചൂടുമെല്ലാം സഹിച്ചുകൊണ്ട് അവർ പോരാട്ടം നടത്തി. ഞങ്ങളെ തൊടാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് കരുതിയ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കർഷകരുടെ പോരാട്ടത്തിന് മുമ്പിൽ മുട്ടുമടക്കി ആ നിയമം പിൻവലിച്ചു. ഇവിടെ പാറ്റകൾ എന്ന് പറയുന്ന ഇന്ത്യൻ യുവാക്കൾ ജന്തർ മന്തർ നടത്തിയ സമരത്തിന്റെ ഫലമായി VM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K അമ്പാടി, VV വിജയൻ, അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ, K രവീന്ദ്രൻ, C ബാലകൃഷ്ണൻ, C സഹദേവൻ, P ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. PV തമ്പാൻ സ്വാഗതവും K അമ്പു നന്ദിയും പറഞ്ഞു. K ചന്ദ്രൻ, K വേണുഗോപാലൻ, കാമലിൽ കുഞ്ഞമ്പു, K തമ്പായി, K കാർത്യായനി, C നാരായണൻ, ഉണ്ണികൃഷ്ണൻ K എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുൻ പ്രധാനമന്ത്രിയും ആധുനിക ഭാരത ശില്പിയുമായ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സദ്ഭാവന ദിനമായി ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. നവഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയ യുവപ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ആഘോഷിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സദ്ഭാവനാ ദിനാചരണം കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട നമ്മളെ വിട്ടുപിരിഞ്ഞ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിനമാണിന്ന്. നമ്മുടെ രാജ്യത്തെമ്പാടും ശ്രീ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണിന്ന്. നമുക്കറിയാം, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസന രംഗത്ത് കുതിപ്പും അതേപോലെ തന്നെ IT മേഖല നമ്മുടെ
ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഏറ്റവും വലിയ ഒരു മുന്നേറ്റമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ വികസന രംഗത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായി ലോകം അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണാധികാരിയായി അദ്ദേഹം ഉന്നത നിലയിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് വി എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് കെ വി വിജയൻ, കെ പി ദിനേശൻ, എം രജീഷ് ബാബു, കെ എൻ സി ഇബ്രാഹിം, ടി വി ആനന്ദകൃഷ്ണൻ, കെ ശ്രീനിവാസൻ, പ്രസാദ് ഒളവറ, വി അഫ്സൽ ഹാജി, വി മനോഹരൻ, അജിത് തെക്കിൽ, പി സി മുരളീധരൻ എന്നിവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി ജന്മദിനാഘോഷ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് നഗരസഭ കാഞ്ഞങ്ങാടോണം 2026 ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നോർത്ത് കോട്ടശ്ശേരിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരസഭാ പരിസരത്ത് സമാപിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കാഞ്ഞങ്ങാടോണം 2026 വന്നോണം ഒന്നിച്ചോണം പരിപാടിയുടെ ഭാഗമായുള്ള വിളംബര ഘോഷയാത്ര നടന്നു. ഗതകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് മറ്റൊരു ഓണക്കാലം കൂടി സമാഗതമായിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ വമ്പിച്ച ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള ഈ വർഷത്തെ ഓണാഘോഷം ഓഗസ്റ്റ് 20 മുതൽ 22 വരെ തീയതികളിലായാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഓണം കലാസാംസ്കാരിക വിളംബര ഘോഷയാത്ര കോട്ടശ്ശേരി പെട്രോൾ പമ്പിന് സമീപത്ത് നിന്നും ആരംഭിച്ച് നഗരസഭ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ആളുകൾ കലാസാംസ്കാരിക ഘോഷയാത്രയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ അംഗങ്ങളായ 1000-ലേറെ കുടുംബങ്ങൾക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകർക്കും ക്യാൻസർ രോഗികൾക്കും മാധ്യമ പ്രവർത്തകർക്കും മറ്റ് കിടപ്പ് രോഗികൾക്കും ഓണസമ്മാനങ്ങൾ നൽകി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ അംഗങ്ങളായ 1000-ലേറെ കുടുംബങ്ങൾക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകർക്കും ക്യാൻസർ രോഗികൾക്കും മാധ്യമ പ്രവർത്തകർക്കും മറ്റ് കിടപ്പ് രോഗികൾക്കും ഓണസമ്മാനം നൽകി. 1000-ഓളം രൂപയുടെ വിഭവങ്ങളും 5 കിലോ അരിയും അടങ്ങിയ കിറ്റുകളാണ് ഓണസമ്മാനം. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ചേർത്ത് പിടിക്കുക. ഉള്ളവരും ഇല്ലാത്തവരും ഒരാളും പട്ടിണിയില്ലാതെ വളരെ നല്ല രീതിയിൽ സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും ഒരു കാലത്ത് അദ്ദേഹം നാട് ഭരിച്ചിരുന്നത്. അതാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ ആസിഫിന്റെ നേതൃത്വത്തിൽ ഭരണസമിതിയും അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ച് സമത്വത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു വലിയൊരു രൂപം കണ്ടെത്താനുള്ള വലിയൊരു സന്ദേശമാണ് ഈ ഓണത്തോട് നൽകുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടും ഐക്യത്തോടെയും സ്നേഹത്തിന്റെയും ആ സൗഹൃദത്തിന്റെയും എല്ലാവരും മതത്തിന് അതീതമായും രാഷ്ട്രീയത്തിന് അതീതമായും എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിർത്തിക്കൊണ്ട് ഈ സന്തോഷ നാളുകൾ നമുക്ക് പങ്കിടാൻ കഴിയാം. ഓണം എന്ന് പറയുമ്പോൾ പൂക്കാലങ്ങളുടെയും പൂക്കളങ്ങളുടെയും വിവിധ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിലുടനീളം ഈ കഴിഞ്ഞ ദിവസം മുതലൊക്കെ ആഘോഷം നടന്നു വരികയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി യൂണിറ്റ് അംഗങ്ങളായ 1000 പേർക്കും സന്നദ്ധ പ്രവർത്തകർക്കും 1000-ലേറെ രൂപയ്ക്കുള്ള ഓണസമ്മാനം നൽകിയ KMA സംസ്ഥാനത്തിനാകെയും ജില്ലയിലെ മറ്റു യൂണിറ്റുകൾക്കും മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. KVVS ജില്ലാ വൈസ് പ്രസിഡന്റ് AV ഹരിഹരസുധൻ മുഖ്യാതിഥിയായി സംസാരിച്ചു. KMA വൈസ് പ്രസിഡന്റ് ഐശ്വര്യകുമാരൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭന ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KMA വൈസ് പ്രസിഡന്റ് P മഹേഷ് സ്വാഗതവും ട്രഷറർ ഹാസിഫ് മെട്രോ നന്ദിയും പറഞ്ഞു. KMA ഭാരവാഹികളും പ്രവർത്തക സമിതി അംഗങ്ങളും വനിതാ വിംഗ്, യൂത്ത് വിംഗ് ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവ സംഘാടക സമിതി രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M വിജയന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M വിജയന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ഉപജില്ല ശാസ്ത്രോത്സവം 2026 കാഞ്ഞങ്ങാട് നഗരസഭ
UPMC സ്കൂൾ അങ്കണത്തിലേക്ക് അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് നമ്മളെല്ലാവരും ചേർന്ന് 2 കൈ നീട്ടി സ്വീകരിക്കുന്നതായി അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും ചേർന്ന് ഔപചാരികമായി ഇതിൻ്റെ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ശാസ്ത്രബോധമുള്ളവരായി വളർത്തണം. അവരെ യുക്തിബോധത്തോടുകൂടി നാടിനെ നയിക്കാൻ കഴിയുന്നവരായി വളർന്നവരാണ്. അന്ധവിശ്വാസവും ആൾദൈവവും അരാജകത്വവും ഒക്കെ വളരുന്ന തലമുറയിൽ തൊട്ടു തീണ്ടാതെ അവരെ കീഴടക്കാതെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുരോഗതിയുടെ ശാസ്ത്രബോധത്തിലേക്ക് ക്ലാസ് മുറികളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന് പുറമെ 4 ചുവരുകൾക്കകത്തുള്ള വിദ്യാഭ്യാസം മാത്രമല്ല, പ്രകൃതിയിൽ നിന്ന് അറിയേണ്ടതെല്ലാം അറിയുകയും നാളെ നമ്മുടെ നാട് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടോടുകൂടി വളരുന്നവരുമായി പുതിയ തലമുറയിലെ കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇത്തരം ഉത്സവങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത മുഖ്യാതിഥിയായിരുന്നു. സംഘാടക സമിതി ചെയർമാനായി വി രമേശിനെയും കൺവീനറായി സ്കൂൾ ഹെഡ്മാസ്റ്റർ MT രാജീവനെയും ട്രഷററായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേന്ദ്രനെയും തെരഞ്ഞെടുത്തു. വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. UPMC സ്കൂൾ PTA പ്രസിഡന്റ് ഡോക്ടർ സിദ്ധാർത്ഥ് രവീന്ദ്രൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ ചെണ്ടുമല്ലി കൃഷിയുമായി പുരുഷ സ്വയം സഹായ സംഘം. രാവണേശ്വരത്ത് 1 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല, ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് പൂപ്പാടത്തെത്തുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പാലക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാമണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിന് ഇത് ആഹ്ലാദ നിമിഷം. സംഘത്തിന്റെ കൂട്ടായ്മയിൽ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള 1 ഏക്കർ സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമായ ചെണ്ടുമല്ലി പൂപ്പാടം. കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടിത്തെളിച്ച് സംഘപ്രവർത്തകർ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചിരിക്കുന്നത്. 1700ഓളം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ പൂകൃഷിക്കാരനായ കരിന്തളം ജോസഫിൽ നിന്നുമാണ് സംഘം പ്രവർത്തകർ ശേഖരിച്ചത്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിലെ 11 അംഗങ്ങളാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം നിർവഹിച്ചു. ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് കേരളം വലിയ നിലയിലേക്കുള്ള നിലയിൽ ഈ ഓണത്തെ വരവേൽക്കുന്നതിലൂടെ നിൽക്കുകയാണ്. അപ്പോൾ അത്ര ഒരു സന്ദർഭത്തിൽ കൃത്യമായ സമയത്ത് തന്നെയാണ് ഈ വിളവെടുപ്പ് നടത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കൃഷിയിൽ നിന്ന് ഏകദേശം 7 ക്വിന്റലോളം വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിളവെടുപ്പ് ദിവസം തന്നെ നിരവധി ആവശ്യക്കാർ പൂക്കൾക്കായി എത്തിയത് ആത്മവിശ്വാസം പകരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 മാസമായി ഈ ഒരു കൃഷിയുടെ പിറകിലാണ് നമ്മുടെ 11 പേരടങ്ങുന്ന നമ്മുടെ മുഴുവൻ മെമ്പർമാരും. അപ്പോൾ കഴിഞ്ഞ ജൂൺ ആദ്യമാണ് നമ്മൾ ഈ ഒരു കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തൈ മുമ്പ് കൃഷി ചെയ്ത ആളുകളിൽ നിന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് 1500ഓളം തൈയാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വിളവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഈ ചെണ്ടുമല്ലി കൃഷി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല. കാരണം പ്രത്യേകിച്ച് ചെണ്ടുമല്ലിക്ക് ഈ ലാറ്ററൈറ്റ് മണ്ണ് വളരെ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. 2020 മുതൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വളരെ വ്യാപകമായിട്ട് ചെയ്തു വരുന്ന ചെണ്ടുമല്ലി കൃഷി എനിക്ക് വളരെ ചുരുങ്ങിയ കാലയളവിൽ, അതായത് 3 മാസം കൊണ്ട്
നമുക്ക് വിളവെടുക്കാൻ ഏകദേശം വിളവെടുപ്പിൻ്റെ സ്റ്റേജിലേക്ക് എത്തുന്ന ഈ ക്രോപ്പ് എല്ലാവർക്കും പിന്തുടരാവുന്ന രീതിയാണ്. പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് പൂപ്പാടത്തെത്തുന്നത്. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതും ഒപ്പം വർണ്ണശലഭങ്ങളുടെ സഞ്ചാരവും പൂപ്പാടത്തെത്തുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറുകയാണ്. രാമണേശ്വരം പുരുഷ സ്വയം സഹായ സംഘം സെക്രട്ടറി എം സുകേഷ്, പ്രസിഡന്റ് രവീന്ദ്രൻ കാപ്പിൽ വളപ്പിൽ, അംഗങ്ങളായ കെ ശശി രാമണേശ്വരം, ടി അഭിലാഷ്, എൻ ശ്രീജിത്ത്, വി നാരായണൻ, കെ വി ബാലകൃഷ്ണൻ, വി ധനകേഷ്, വൈശാഖൻ ചെറുകര, ബി ഉണ്ണികൃഷ്ണൻ, വി ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ 11 അംഗങ്ങളാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് രവീന്ദ്രൻ കാപ്പിൽ വളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സോയ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ സബീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ എ തമ്പാൻ, ദീപ പ്രവീൺ, കൃഷി ഓഫീസർ സി പ്രമോദ് കുമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി എം സുകേഷ് സ്വാഗതം പറഞ്ഞു. പൊതുപ്രവർത്തകരും നാട്ടുകാരും സ്കൂൾ അധികൃതരുമടക്കം നിരവധി പേരാണ് ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉത്സവത്തിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നത്. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൃഷ്ണപിള്ള ദിനത്തിൽ രോഗികളെ വീട്ടിൽ സന്ദർശിച്ച് കനിവ് പാലിയേറ്റീവ് പ്രവർത്തകർ. കാഞ്ഞങ്ങാട് ഏരിയ തല ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ നിർവഹിച്ചു. കനിവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൃഷ്ണപിള്ള ദിനത്തോടനുബന്ധിച്ച് കിടപ്പ് രോഗികളെ ഡോക്ടർമാർ, നഴ്സ്, വോളണ്ടിയർ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ രോഗികളുടെ വീട്ടിലെത്തി ഹോം കെയർ പ്രവർത്തനം നടത്തി. കാഞ്ഞങ്ങാട് ഏരിയയിലെ കാഞ്ഞങ്ങാട് നഗരസഭ, അജാനൂർ പഞ്ചായത്ത്, പുല്ലൂർ പെരിയ പഞ്ചായത്തുകളിലായി കനിവിന്റെ ലോക്കൽ തല ക്ലസ്റ്റർ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികളെയും മറ്റ് അവശതയനുഭവിക്കുന്ന രോഗികളെയും പാലിയേറ്റീവ് വോളണ്ടിയർമാർ, ഡോക്ടർമാർ, നഴ്സുമാർ ഉൾപ്പെടെ സന്ദർശിച്ച് ആവശ്യമായ ഉപകരണങ്ങളും മരുന്നും നൽകിയത്. ഹോം കെയറിന്റെ ഏരിയ തല ഉദ്ഘാടനം അജാനൂരിൽ CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ രാജ്മോഹൻ നിർവഹിച്ചു. പാലിയേറ്റീവ് സൊസൈറ്റിയുടെ അജാനൂർ സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സഖാവ് ഈ കൃഷ്ണപിള്ള ദിനത്തോടനുബന്ധിച്ച് ഈ പഞ്ചായത്തിലെ കിടപ്പ് രോഗികളെ സന്ദർശിക്കുകയാണ്. കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി ഈ പ്രവർത്തനം നടത്തിവരികയാണ്. അങ്ങനെ സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാധാരണ നഴ്സ് ഉൾപ്പെടെയുള്ള കനിവിൻ്റെ പാലിയേറ്റീവ് വളണ്ടിയർമാർ വീടുകളിലെത്തുകയും സ്വാന്തന പരിചരണം നൽകി വരികയും ചെയ്യുന്ന കിടപ്പ് രോഗികളെ ഇന്ന് കൃഷ്ണപിള്ള ദിനത്തോടനുബന്ധിച്ച് വെള്ളിക്കോത്തെ മുരളി ഡോക്ടർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്വാന്തന പരിചരണത്തിൻ്റെ ഭാഗമായി സന്ദർശിക്കണമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വീടുകളിൽ സന്ദർശനം നടത്തുന്നത്. കനിവ് ഏരിയ സെക്രട്ടറി പ്രിയേഷ് കാഞ്ഞങ്ങാട് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മൂലക്കണ്ടം പ്രഭാകരൻ, ദേവി രവീന്ദ്രൻ, ശിവജി വെള്ളിക്കോത്ത്, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, ഡോക്ടർ മുരളി നല്ലൂരായ എന്നിവർ സംസാരിച്ചു. എ ദാമോദരൻ, കെ സുജിത്, കെ ബാലകൃഷ്ണൻ, രാകേഷ്, ചന്ദ്രൻ, രാജീവൻ, സുനിൽകുമാർ, നഴ്സ് സന്ധ്യ എന്നിവർ ഹോം കെയർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സോണൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് തല കനിവ് സോണൽ തല ഹോം കെയർ പ്രവർത്തനത്തിന് സോണൽ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ നാരായണൻ മാടിക്കാൽ, ക്ലസ്റ്റർ സെക്രട്ടറി ഗംഗാധരൻ TV, പുല്ലൂർ ലോക്കൽ സെക്രട്ടറി T ബിന്ദു, ബ്രാഞ്ച് സെക്രട്ടറിമാരായ നാരായണൻ വിഷ്ണുമംഗലം, വിജയൻ എക്കാൽ, നഴ്സ് ടോംസി, രാധാകൃഷ്ണൻ EV എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ തല സോണൽ ഹോം കെയർ പ്രവർത്തനങ്ങളിൽ സോണൽ സെക്രട്ടറി KV രതീഷ്, പ്രസിഡന്റ് KV ദാമോദരൻ, സഞ്ജയ് ചെമ്മട്ടം വയൽ, N ഉണ്ണികൃഷ്ണൻ, വിപിൻ ബല്ലത്ത്, ജയൻ ബല്ലത്ത്, സുശാന്ത് കോവൽ സ്റ്റോർ, സൗത്ത് സ്കൂളിലെ NSS വോളണ്ടിയർമാർ, നഴ്സ് ലീത, രോഹിത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം
വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് മെഗാമാൾ കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ഒരു കർഷകന്റെ സംരംഭം. ഈ ഓണം നിക്ഷനോളം. കണ്ടതിലും കേട്ടതിലും കൂടുതൽ ഓഫറുകളും ആകർഷകമായ ആനുകൂല്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 4 ഹുണ്ടായി എക്സ്റ്റർ കാറുകൾ, 2 അൾട്രാ വയലറ്റ് X47 ബൈക്കുകൾ, 4 ഏതർ റിസ്റ്റ സ്കൂട്ടറുകൾ. ഇതു മാത്രമല്ല നിരവധി ഓഫറുകളും ആനുകൂല്യങ്ങളും. ഈ ഓണം നിക്ഷനോളം. ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. വാർത്തകൾ തുടരുന്നു. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ ദീർഘകാല ആവശ്യങ്ങളിലൊന്നായിരുന്ന സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സവിത സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ ദീർഘകാല ആവശ്യങ്ങളിലൊന്നായിരുന്നു സ്കൂൾ ബസ് എന്ന സ്വപ്നം. ഉദുമ മുൻ MLA CH കുഞ്ഞമ്പുവിന്റെ 2023-24 ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് നടന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സവിത സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നമ്മുടെ വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിച്ചത്. അതിനുവേണ്ടി 2023-24 MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പ്രിയപ്പെട്ട മുൻ MLA CH കുഞ്ഞമ്പേട് ഈ വിദ്യാലയത്തിലേക്ക് ഒരു ബസ് അനുവദിച്ചതാണ്. അതിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയത്തിനകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വിദ്യാർത്ഥിയും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്തുന്നത് വരെയും തിരിച്ചെത്തുന്നത് വരെയും രക്ഷിതാക്കൾക്കുള്ള ഒരു ആദിക്ക് അതിനുള്ള ഒരു ആദി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ഒരു ബസ് അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികളെല്ലാം മഴക്കാലത്തും അതോടൊപ്പം തന്നെ മറ്റു പല ദുർഘട കൂടെയൊക്കെയാണ് കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. അതുപോലെ MLA-യുടെ
ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തന്നെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിനകത്ത് ഒരു കെട്ടിടം കൂടി അനുവദിച്ചിട്ടുണ്ട്. 1 കോടിക്ക് മേലെ 1,18,00,000 രൂപയുടെ ഒരു കെട്ടിടം കൂടി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഉണ്ടായൊരു പ്രയാസം എന്ന് പറയുന്നത് ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പോഴാണ് ഇതിന്റെ ആ നിർമ്മാണ സ്ഥലത്ത് ഒരു ഗുഹ കണ്ടെത്തിയതായിട്ടും അതിന് മണ്ണ് പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ ആ സ്ഥലം അതിന് അനുയോജ്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. PTA പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുല്ലൂർ പെരിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ്, വാർഡ് മെമ്പർമാരായ VK നളിനി, A കൃഷ്ണൻ, K ബിന്ദു, A സന്തോഷ് കുമാർ, രേഖ, SMC ചെയർമാൻ A ഷാജി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, റിട്ടയർഡ് ഹെഡ്മാസ്റ്റർമാരായ P ജനാർദ്ദനൻ, VV പ്രഭാകരൻ, മുൻ PTA പ്രസിഡന്റ് K ബാബു എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക MV ജയ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി MR സെൽവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് YMCA പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബസംഗമവും നടത്തി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പരിപാടി തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് YMCA പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പരിപാടികൾ കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ ഉദ്ഘാടനം ചെയ്തു. കാരണം ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നവരൊക്കെ ഈ സമൂഹത്തിന് മുമ്പിൽ നിലയും വിലയും ഉള്ളവരാണ്. അപ്പൊ നിലയും വിലയുമുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുമ്പോൾ തന്നെ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാനുള്ള ശേഷി ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. കാരണം നിങ്ങളെ തന്നെ നിങ്ങൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ കാഞ്ഞങ്ങാട് ദേശത്തിന്റെ അനുഗ്രഹമാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ പ്രസ്ഥാനത്തിലൂടെ ഈ കാഞ്ഞങ്ങാട് ദേശത്തെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഉദ്ധരിക്കാനായിട്ട് കൂടുതൽ നവീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഏറെ പ്രശംസനീയമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. കാരണം മൂല്യങ്ങൾ അധിഷ്ഠിതമായ ഒരു ചിന്താധാരയാണ് YMCA പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുക. മൂല്യാധിഷ്ഠിതമാകണമെങ്കിൽ മൂല്യങ്ങളുള്ളവര് ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സവിശേഷതയായി എനിക്ക് തോന്നുന്നത്. പ്രസിഡന്റ് സാജു തോമസ് അധ്യക്ഷത വഹിച്ചു. YMCA ഡയാലിസിസ് പ്രൊജക്ട് നാഷണൽ വൈസ് ചെയർമാൻ മാനുവൽ കുറിച്ചിത്താനം മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിന് സബ് റീജിയണൽ ചെയർമാൻ CM ബൈജുവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ജനറൽ കൺവീനർ റോജി മാത്യുവും നേതൃത്വം നൽകി. പീറ്റർ ചക്കുങ്കൽ, KK സേവിച്ചൻ, ലില്ലിക്കുട്ടി കൊടിയംകുന്നേൽ, ജെയ്സൺ തോമസ്, വിക്ടർ കൊടിമറ്റം, സോണി കാരിക്കൽ എന്നിവർ സംസാരിച്ചു. സെബാസ്റ്റ്യൻ കുറ്റത്തിൽ സ്വാഗതവും രാരിച്ചൻ പന്നക്കത്തിൽ നന്ദിയും പറഞ്ഞു. സംസ്ഥാന ജൂനിയർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ സിയോണ സിനോജിനെയും 3 ഗാനങ്ങൾ എഴുതി സംഗീതം നിർവഹിച്ച ലില്ലിക്കുട്ടി സേവിച്ചനെയും YMCA ഡയാലിസിസ് പ്രൊജക്ട് നാഷണൽ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മാനുവൽ കുറിച്ചിത്താനത്തിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പുതിയ ഭാരവാഹികളായി CA പീറ്ററിനെ പ്രസിഡന്റായും സെബാസ്റ്റ്യൻ കുറ്റത്തലിനെ വൈസ് പ്രസിഡന്റായും രാരിച്ചൻ പന്നത്തിക്കലിനെ ജനറൽ സെക്രട്ടറിയായും ജോജോ മാത്യുവിനെ സെക്രട്ടറിയായും രാജ് സെബാനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗാഡ് ഹരിപുരം യോഗ ടീം ഓണാഘോഷം സംഘടിപ്പിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ KV ഉദ്ഘാടനം ചെയ്തു. ഗാഡ് ഹരിപുരം യോഗ ടീം ഓണാഘോഷം സംഘടിപ്പിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ KV ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് ഓണാഘോഷം നടത്തുകയാണ്. ഓണം എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഉത്സവമാണ്. ഈ ഒരു കാലത്ത് നമ്മളെല്ലാവരും കൂടി ഒരു ദിവസം, അതായത് നമ്മളെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഓണാഘോഷം നടത്തുകയാണ്. ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. പ്രിയ പ്രാർത്ഥന ആലപിച്ചു. രാഘവൻ അധ്യക്ഷത വഹിച്ചു. N പ്രകാശ്, തങ്കമണി, വത്സല TV, നാരായണി P, രാധാമണി, അശോകൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യോഗ ഇൻസ്ട്രക്ടർ അശോക് രാജ് സ്വാഗതവും പുഷ്പലത നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓണാഘോഷം കളർഫുള്ളാക്കി കാഞ്ഞങ്ങാട് അമൃത കോളേജ് വിദ്യാർത്ഥികൾ. അമൃത കോളേജ് MD രവീന്ദ്രൻ മുങ്ങത്ത് ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷം കളർഫുള്ളാക്കി കാഞ്ഞങ്ങാട്ടെ അമൃത കോളേജ്.
വിദ്യാർത്ഥികൾ ഒരുക്കിയ പൂക്കള മത്സരവും മാവേലിയും ഡാൻസും കോളേജ് അധ്യാപികമാർ അവതരിപ്പിച്ച തിരുവാതിരയും ഏറെ ശ്രദ്ധേയമായി. അമൃത കോളേജ് MD രവീന്ദ്രൻ മുങ്ങത്ത് ഭദ്രദീപം തെളിയിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാനേജർ അംബിക രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ കസ്തൂരി അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം സ്കോളർ കോളേജ് MD PV വിജയൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. അത്യന്തം വാശിയേറിയ പൂക്കള മത്സരത്തിൽ കാശിത്തുമ്പ, പൊന്നൂഞ്ഞാൽ, ഓണവില്ല് എന്നീ ടീമുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. നർത്തകി ഹോസ്ദുർഗിലെ ശോഭന നായർ, ചിത്രകാരൻ വിനോദ് അമ്പലത്തറ എന്നിവർ പൂക്കള മത്സരത്തിന് വിധികർത്താക്കളായി. വിഭവസമൃദ്ധമായ ഓണസദ്യ ഓണാഘോഷത്തെ മധുരതരമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂരിൽ ബാലസുരക്ഷാ സമിതി രൂപീകരണവും ശില്പശാലയും നടത്തി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ശിശു വികസന വകുപ്പ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ ബാലസുരക്ഷാ സമിതി രൂപീകരണവും കുട്ടികളും നിയമങ്ങളും എന്ന വിഷയത്തിൽ ശില്പശാലയും സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. പെൺകുട്ടിയുടെ 9ാം ക്ലാസ്സിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി ഐഫോൺ കിട്ടാത്തതുകൊണ്ടാണ് മുത്തശ്ശനെ കൊലപ്പെടുത്താൻ വേണ്ടി അവരുടെ ആ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് കൊല ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരത്തിലേക്ക് കുട്ടികളുടെ മനസ്സ് മാറുകയാണ്, ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് മാറുകയാണ്. അതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളോട് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. നമ്മൾ തന്നെയാണ്. കുട്ടികളുടെ പിടിവാശികളുണ്ടാവും. ആ പിടിവാശികൾക്ക് മുന്നിൽ നമ്മളെപ്പോഴും തലകുനിക്കുന്ന ആളുകളാണ് അച്ഛനായാലും അമ്മയായാലും ബന്ധുക്കളായാലും. ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാ വാശികൾക്കും മുമ്പിൽ നമുക്ക് തലകുനിക്കാൻ വേണ്ടി പറ്റിയെന്നില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളൊരു കടുംപിടുത്തം പിടിക്കും. ആ പിടിക്കുമ്പോഴാണ് കുട്ടികൾ അവരുടെ ദുർവാശികൾ കാണിക്കുന്നതും ഇത്തരത്തിലേക്കുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് അവരെ നയിക്കുന്നത്. കുട്ടിക്കറിയില്ല എന്താണ് സംഭവം, ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് പോലും അവരറിയാതെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടുപോകുന്നത്. അപ്പോൾ കുട്ടികളിൽ ആദ്യം തുടങ്ങേണ്ടത് ഏറ്റവും നന്നേ ചെറുപ്പത്തിൽ സ്കൂളുകളിൽ ചേർക്കുന്ന പ്രായം മുതൽ തന്നെ എന്താണ് ഇതിൻ്റെ സംരക്ഷണം, അല്ലെങ്കിൽ കുട്ടികളുടെ സംരക്ഷണം, ഇതിൻ്റെ മറ്റു വശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C കുഞ്ഞാമിന, CWS അംഗം പുഷ്പലത, കൌൺസിലിംഗ് ടീച്ചർ ജിജി എന്നിവർ സംസാരിച്ചു. കുട്ടികളും നിയമങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് രേണുകാ ദേവി തങ്കച്ചി ക്ലാസ് കൈകാര്യം ചെയ്തു. ഈ പോക്സോ കേസിൽ ഉൾപ്പെട്ടിരുന്നത് എന്നത് നമുക്ക് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ CWC ഒരു ഇതെടുത്തു. എല്ലാ പഞ്ചായത്ത് തലത്തിലും ഒരു അവയർനെസ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സമൂഹവുമായി കൂടുതൽ അടുത്ത് ഇടപഴകുന്നവർ, അതായത് അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേന, അതേപോലെ മറ്റ് താഴെ തട്ടിലേക്ക് തുടങ്ങി പ്രവർത്തിക്കുന്നവർക്ക് ഒരു അവയർനെസ് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മുന്നിൽ ആരെങ്കിലും ഒരു പരാതിയോ പരിഭവമോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എത്തിപ്പെടേണ്ടത്, എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയണം. ICDS സൂപ്പർവൈസർ KR രേഷ്മ സ്വാഗതവും രമാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ MDMA കേസിൽ പോലീസ് തങ്ങളെ പെടുത്തുകയായിരുന്നുവെന്ന ആരോപണവുമായി പ്രതികൾ. കേസുമായി ബന്ധമില്ലെന്നും വിളിച്ചുവരുത്തി പെടുത്തുകയായിരുന്നുവെന്നും പ്രതി അബ്ദുൾ സലാം. കാസർഗോഡ് എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമെന്ന ജില്ലാ കളക്ടറുടെ പ്രപ്പോസൽ. കാസർഗോഡ് MG റോഡിലെ വാഹനാപകടം. ലോറിക്കടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ വ്യാപാരി മരിച്ചു. ബാങ്കോട് സ്വദേശി ഹനീഫാണ് മരിച്ചത്. കാസർഗോഡ് മാസ്തിക്കുണ്ടിൽ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഗ്വാളിമുഖ സ്വദേശി ഷമ്മാസാണ് മരിച്ചത്. കുമ്പളയിൽ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 3.355 ഗ്രാം MDMA-യുമായി 3 പേർ അറസ്റ്റിൽ. പെൻഷൻ ഗുണഭോക്താക്കളുടെ വില്ലേജ് തല കൂട്ടായ്മ നടത്തി. ജനകീയ പെൻഷൻ വിതരണ സംവിധാനം ഇല്ലാതാക്കി
വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് ഇവർ ആരോപിച്ചു. അജാനൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധ സംഗമം നടന്നു. അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.